ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനാവാത്തതിൻ്റെ ദുഃഖത്തിലാണ് കുടുംബത്തോടൊപ്പം കേരളവും. അർജുൻ ഉൾപ്പെടെ 3 പേർക്കായിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഇവർക്ക് എന്ത് സംഭവിച്ചുവെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായി ഈ തെരച്ചിൽ മാറും. ഇക്കഴിഞ്ഞ ജൂലൈ 16-നാണ് ശിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനൊപ്പം ലോറിയും കാണാതായത്. തിരച്ചിലിനായി ഗോവയിൽ നിന്നും പുറപ്പെട്ട ഡ്രഡ്ജർ കർണാടകയിലെ കാർവാർ തുറമുഖത്തെത്തി. ഗോവയിലെ മർമഗോവയിലുള്ള തുറമുഖത്ത് നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ യാത്ര തിരിച്ച ഡ്രഡ്ജർ വെസൽ വൈകിട്ടോടെ ഉത്തര കന്നഡ ജില്ലയിലെ തീര അതിർത്തിയിൽ പ്രവേശിച്ചിരുന്നു. എന്നാൽ കാറ്റിൻ്റെ വേഗം കൂടിയതോടെ ഡ്രഡ്ജറിൻ്റെ യാത്ര തടസ്സപ്പെട്ടു. ഇതോടെ സുരക്ഷിതമായ ഇടത്ത് നിർത്തി ബുധനാഴ്ച പുലർച്ചെയോടെ യാത്ര തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ പുതിയ ഗംഗാവാലി പാലത്തിന് സമീപം ഡ്രഡ്ജർ എത്തിക്കും. വേലിയിറക്ക സമയത്ത് ഡ്രഡ്ജർ നടപടികൾ തുടങ്ങാനാണ് തീരുമാനം. വൈകിട്ട് 6 മണിയോടെ വേലിയിറക്കത്തിൽ പുഴയിലെ വെള്ളത്തിൻ്റെ നിരപ്പ് കുറയും. ആ സമയത്ത് പാലത്തിന് കീഴേ കൂടി ഡ്രഡ്ജർ കടത്തും. വെള്ളിയാഴ്ച രാവിലെ ഡ്രഡ്ജർ ഘടിപ്പിച്ച ട്രക്ക് ബോട്ട് ശിരൂരിൽ എത്തിക്കാമെന്നാണ് നിലവിൽ കരുതുന്നത്. വ്യാഴാഴ്ച നാവികസേന പുഴയിലെ ഒഴുക്കും അടിത്തട്ടിൽ സോളാർ പരിശോധനയും നടത്തും. ചൊവ്വാഴ്ച പുലർച്ചെ 5-നാണ് ഡ്രഡ്ജർ ഉള്ള ട്രക്ക് ബോട്ട് കാർവാറിലേക്ക് പുറപ്പെട്ടത്. ഡ്രഡ്ജർ എത്തിച്ച് പുഴയിലെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടായിരിക്കും തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുക. ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, SP M നാരായണ, സ്ഥലം MLA സതീഷ് സെയിൽ, ഡ്രഡ്ജർ കമ്പനി അധികൃതർ എന്നിവർ പങ്കെടുക്കുന്ന യോഗമാകും തീരുമാനങ്ങളെടുക്കുക. നാവികസേനയുടെയും ഈശ്വർ മൽപ്പെ അടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ശിരൂരിലെ 4 വരി പാതയിൽ ഒരു ഭാഗത്തെ ഗതാഗതം മാത്രമേ പുനഃസ്ഥാപിച്ചിട്ടുള്ളൂ. റോഡിലേക്ക് വീണ മണ്ണ് നീക്കുന്നത് അടക്കമുള്ളത് ഇനിയും ചെയ്യാനുണ്ട്. പലയിടത്തും വെള്ളം കുത്തിയൊലിച്ച് വരുന്നുണ്ട്. തിരച്ചിലിന് ഇത് പ്രതിസന്ധിയാണ്. നാവികസേനയുടെ സോണാർ പരിശോധനയിൽ ലോകഭാഗങ്ങൾ കണ്ടെത്തിയിടത്താണ് ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തുക. കടൽ കടന്ന് അഴിമുഖം താണ്ടി ഗംഗാവാലി പുഴയിലേക്ക് ഡ്രഡ്ജർ പ്രവേശിക്കുന്നത് സാങ്കേതികമായി ശ്രമകരമായ ദൗത്യമാണ്. ഡ്രഡ്ജർ എത്തുന്ന മുറയ്ക്ക് ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള നടപടികൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം തുടങ്ങി. ലോറിയുടെ മീതെ പതിച്ച മുഴുവൻ മണ്ണും പാറക്കല്ലും പൊടിച്ച് വെള്ളത്തോടൊപ്പം നീക്കം ചെയ്യുകയാണ് പ്രക്രിയ. ഓഗസ്റ്റ് 16-നാണ് അർജുനായുള്ള തിരച്ചിൽ നിർത്തിവെച്ചത്. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് അർജുൻ്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ടെത്തി കണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത്.